Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ലഡു എന്ന് പറയുമ്പോൾ നമ്മൾ ബൂന്തി ലഡു റെഡിയാക്കുന്ന അതേ ടെക്സ്ചറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ലഡു റെഡിയാക്കാനായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ആദ്യം തന്നെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സൈസിലുള്ള ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇതെടുത്തതേ ഉള്ളൂ. അപ്പോൾ സൈസിൻ്റെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ ഏതാണോ ഉള്ളത്, ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും നുറുക്ക് ഗോതമ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ. കാരണം ഈ ഒരു കൊറോണ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് റേഷൻ കടയിൽ നിന്നൊക്കെ നുറുക്ക് ഗോതമ്പൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ഏതാണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. നല്ല രീതിയിൽ തന്നെ കഴുകണേ. അപ്പോൾ ഞാൻ നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും വെക്കൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് രണ്ട് തവണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പോയി കിട്ടും. അപ്പോൾ നമുക്ക് ലഡുവിൻ്റെ മിക്സ് റെഡിയാക്കാനായിട്ടുള്ള ഒരു പാന് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗീ ഇപ്പോൾ അത്യാവശ്യം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. അത് കറക്റ്റ് ഒരു അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്, ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പം മുന്തിരി കോരിയെടുത്തതിന് ശേഷം കുറച്ച് കാഷ്യൂ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇപ്പോൾ അത്യാവശ്യം റോസ്റ്റായി ചെറുതായിട്ട് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് കോരിയെടുക്കാം. ഇപ്പം ഞാൻ കാഷ്യൂ ഒക്കെ മുഴുവനായിട്ട് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിൽ തന്നെ ഈ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ആറാൻ വേണ്ടി വെച്ചിട്ടില്ലായിരുന്നു നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ, എല്ലാം മുഴുവനായിട്ട് നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഈ എണ്ണയിലേക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരുപാട് സമയം നന്നായിട്ട് റോസ്റ്റായി വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു 2 മിനിറ്റോളം മതി കേട്ടോ. ഇതുപോലെ കൈയെടുക്കാതെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാ നോർമൽ പച്ചവെള്ളം തന്നെ കേട്ടോ. അപ്പോൾ 1 കപ്പ് ഗോതമ്പിന് 2.5 കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം വേണ്ടത്. അത് കറക്റ്റാണ്, നല്ല പെർഫെക്റ്റ് അളവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 നുള്ളി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കപ്പൊടി ചേർക്കുമ്പോൾ ഒരുപാട് ആവരുത്, എന്നാൽ ചെറിയൊരു ഫ്ലേവറും വേണം. തീരെ ഫ്ലേവർ ഇല്ലാതിരിക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കളറിന് പകരമായിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ ഇടാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഏത് കളറിലാണ് ലഡു പല കളറിലുണ്ടല്ലോ, അപ്പോൾ ഏത് കളറാണോ താല്പര്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ ഫുഡ് കളർ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തത്. പക്ഷേ നല്ല പെർഫെക്റ്റ് യെല്ലോ കളറായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്, നല്ല ലഡുവിൻ്റെ കളറായിട്ട് തന്നെയാണ് കിട്ടുന്നത്. വേറെ ഫ്ലേവറും കാര്യമൊന്നും മഞ്ഞളുടെ ഫ്ലേവറും അങ്ങനെയൊന്നും വരുമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. ആ ഒരു സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, ഏതാണ് ഒരു 4-5 മിനിറ്റ് മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് അവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ 1 കപ്പ് ഗോതമ്പിന് 1 കപ്പ് വരെയാണ് ശരിക്കും 1 കപ്പാണ് മധുരം പഞ്ചസാരൻ്റെ അളവ്. പക്ഷെ എനിക്ക് മധുരം അത്ര താല്പര്യം ഇല്ലാതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറവായിട്ട് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് എടുത്തോളൂ, അതാണ് പെർഫെക്റ്റ്, നല്ല മധുരമായിട്ട് കിട്ടുക. ലഡുവിന് അത്യാവശ്യം മധുരം വേണമല്ലോ, പക്ഷെ എനിക്കിവിടെ മധുരത്തിന് അത്ര വലിയ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഒരു നോർമൽ മധുരം മാത്രമാണ്, ചെറിയ തോതിലേ ഇത് മധുരമേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ല ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, എല്ലാ സൈഡിലും ഒരേ രീതിയിൽ വേവ് എത്തുകയും ചെയ്യും. അപ്പം നമ്മൾ തുറക്കാതെ അടച്ച് വെച്ചിട്ട് മൈൻഡ് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പ് തുറന്ന് കൊടുത്ത സമയത്ത് നന്നായിട്ട് ഗോതമ്പ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഗോതമ്പിൽ വ്യത്യാസമൊക്കെ വരും കേട്ടോ. ചില സമയത്ത് എനിക്ക് കറക്റ്റ് 5 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാര ഇല്ല, നിങ്ങൾ കുറച്ചധികം പൊടിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ഈ ഒരു അളവിൽ എടുക്കണമെന്നൊന്നുമില്ല. നോക്കി നോക്കി കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യം മധുരം ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് നോക്കി നോക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പഞ്ചസാര പൊടിക്കാതെ ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ഇടുന്നതിലും നല്ലത് ഇങ്ങനെ പൊടിച്ചിട്ടിടുന്നതാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊടിക്കാതെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഇറങ്ങി വരും പഞ്ചസാര മെൽട്ടായിട്ട്. അപ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും വരില്ല, ചെറിയൊരു അളവിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് മാത്രമേ കേട്ടോ വരൂ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് 1 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ഡ്രൈ ആയി വന്നോളൂ. കണ്ടില്ലേ, ചെറിയ രീതിയിലല്ലേ ഉള്ളൂ, ഒരു നെയ്യൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു രീതിയിൽ മാത്രമേ വരുന്നുള്ളൂ, ചെറുതായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് ഓക്കെ ശരിയായിട്ട് വന്നോളൂ. അപ്പോൾ കഴിവതും ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതിനാണ് നല്ലത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഉരുട്ടി എടുക്കുമ്പോഴൊക്കെ പാകത്തിന് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അല്ലാതെ മറ്റേ പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുക്കും, പൊടിക്കാതെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഉരുട്ടി എടുക്കുമ്പോഴൊക്കെ കുറച്ചൊരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്നൊന്നും ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ കൈയെടുക്കാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ലഡു ഏതാണ്ട് റെഡിയായി. അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്, അതായത് 3/4 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഇത് നിർബന്ധമില്ല, പക്ഷെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ലഡുവിൻ്റെ ഫ്ലേവർ തന്നെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. ഇനി നമുക്ക് ഈ നെയ്യ് നന്നായിട്ടൊന്ന് ഈ ഒരു മിക്സിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം. കാരണം നമുക്ക് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമായിട്ടുള്ള ഉപ്പ് ഒരു പിഞ്ച് മതി കേട്ടോ, ഒരുപാടൊന്നും ആവരുത്, എങ്കിലേ നല്ല പെർഫെക്റ്റ് മധുരത്തിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു ബൗളിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം കേട്ടോ. ഈ ഒരു സെയിം ബൗളിലേക്ക് വെച്ച് കൊടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ചൂട് തട്ടിയിട്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണ്ട, ഈ ഒരു പാൻ ഓൾറെഡി ചൂടുള്ളതാണല്ലോ. അപ്പോൾ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാകത്തിന് ചൂടൊന്ന് കുറച്ചൊന്ന് ആറി നമുക്ക് ഉരുട്ടാൻ പാകത്തിന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഉരുട്ടിയെടുക്കുക ഓരോ ലഡുവായിട്ട്. അപ്പോൾ നമ്മുടെ ലഡു അത്യാവശ്യം ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടാൻ പാകത്തിനുള്ള ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, എല്ലാം ബൂന്തിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് ഏത് രീതിയിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഹൽവയൊക്കെ ചെയ്യുന്ന പോലെ ഒരു ബേക്കിംഗ് ട്രേയിലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ ഈ രീതിയിലുള്ള കളർ വേണ്ടാന്നുണ്ടെങ്കിൽ മഞ്ഞൾ ഉപയോഗിക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ വാങ്ങാം. പക്ഷെ അത് നല്ലതല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ ചെയ്യുമ്പോൾ ഈ ഒരു രീതി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ, ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, ഒന്ന് ഞാൻ ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്, ഈ ഒരു വലുപ്പത്തിൽ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഞാൻ ഉരുട്ടി വെച്ച ലഡു കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നുറുക്ക് ഗോതമ്പ് കൊണ്ട് ചെയ്ത ലഡുവാന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ, ബൂന്തി ലഡു പോലെ തന്നെ ഇല്ല, ഈ ഒരു മണി പോലെയൊക്കെ ആയി വന്നിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പെർഫെക്ഷൻ ടെക്സ്ചറും ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കഴിക്കുമ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ആ ഒരു ബൂന്തി ലഡുവായിട്ട് ഇത് കമ്പയർ ചെയ്യരുത് കേട്ടോ. ഇത് നുറുക്ക് ഗോതമ്പിൻ്റെ ഫ്ലേവറിലുള്ള ലഡു, അതുപോലെ തന്നെ അത് വേറൊരു ഫ്ലേവറിൽ കടലപ്പൊടിയൊക്കെ വെച്ച് ചെയ്യുന്നതല്ലേ. അപ്പോൾ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, ടേസ്റ്റിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ആ ഒരു ടെക്സ്ചർ ഒരുപോലെ എന്നുള്ളത്, അതും നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും തയ്യാറാക്കണം എന്ന് വിചാരിച്ചാൽ നുറുക്ക് ഗോതമ്പ് ഇപ്പം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു ഐറ്റവും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് നമുക്കിനി ഉരുട്ടിയെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ മുഴുവൻ ലഡു ഈ ഒരു സൈസിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് 10-15 ലഡു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസിൽ ഉരുട്ടിയ സമയത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്